അടുത്തതായി നമ്മൾ പോകുന്നത് ജിൽസി വളരെ പ്രധാനപ്പെട്ട ഇനമാണ്. സബറോങ്കി സിന്ദഗി ജോ കബി ഹദം ഹോ ജാതി ഹെ എന്ന് കേട്ടിട്ടുണ്ടോ? ഇത് പാട്ട് പഠിക്കാൻ സിംഹത്തിന്റെ മടയിൽ പോയപ്പോഴുള്ള ജഗന്നാഥന്റെ ഡയലോഗ്. അതിപ്പോ ഇവിടെ പറയാൻ കാര്യം അല്ല, ഈ ഊരുതന്റിയുടെ ഓട്ടക്കിശയിൽ എന്തുണ്ട്? ഒന്നും ഉണ്ടാവില്ല. ആദ്യ രാഗം പഠിപ്പിച്ചെന്ന അമ്മയെ മനസ്സിൽ വിചാരിച്ച് ദർബാറി രാഗത്തിൽ ഒരു ഗീച്ചങ്ങ് ഗീച്ച് പറയാനിടയായ സാഹചര്യം ഉറുദു ഗസൽ. ഉറുദു ഗസൽ ഇന്നത്തെ പ്രധാനമായിട്ടാണ്. ആള് വളരെ കുറവായിരുന്നു, പക്ഷേ ഗംഭീരാണ്. ആള് കുറവാണെങ്കിൽ എന്താ ഗംഭീര മത്സരം അവിടെ നടന്നിരുന്നു. അത് ആളുകൾക്ക് മിസ്സായെന്നേ ഉള്ളൂ. അതെ, എന്തായാലും ആ മത്സര വിശേഷങ്ങളിലേക്ക്. വേദി 13 ചാലക്കുടി പുഴ ഹയർ സെക്കൻഡറി തലബോം കെ ഉറുദു ഗസൽ ഗാന. വേദിയിൽ നെക്സ്റ്റ് ചെസ് നമ്പർ 436. ജഡ്ജസ് പ്ലീസ് നോട്ട് 436. आदाब। उर्दू के मशहूर शायर हसरत मोहानी साहब का कलाम पेशे खिदमत है, समात फरमाई। रोशन जमाल यार से है, अंजुमन तमाम रोशन जमाल यार. മത്തുലയുടെ അർത്ഥവും ആഴവും അറിഞ്ഞ ആലാപനം, മുഖതാവിൽ വെട്ടിമറിയുന്ന വികാരപ്രകടനങ്ങൾ. വേദിയിൽ സെയ്ദ് അബാൻ ഗസലിൽ തീർത്ത ഇന്ദ്രജാലം. എൻ്റെ പേര് സെയ്ദ് അബാൻ, ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ്. ഞാനിപ്പോൾ പാടിയ ഒരു ഷെയറിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ദിൽ ഹൂൻ ഹോ ചുക്കാ ഹെ ജിഗർ ഹോ ചുക്കാ ഹെ ഖാൻ. എൻ്റെ ഹൃദയവും കരളും ഒക്കെ എല്ലാം തകർന്നു പോയി. ശരിക്കും ഞാനിപ്പോ ഇങ്ങനെ വിചാരിക്കാറ്, ഇതിനെ പറ്റി ഇങ്ങനെ വിചാരിക്കാറ്. ഇപ്പോൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയാൽ സംഗീതം പഠിക്കാൻ പോയ ഒറ്റ ഗുരു ഉണ്ടാവുമല്ലോ. ഇത് യൂട്യൂബാണല്ലോ, അപ്പോൾ കുറേ ഗുരുക്കന്മാരും ഞാനൊരാളും. ഗുരുവിന്റെ നേർമുഖത്തു നിന്ന് അബാൻ ഗസൽ അറിഞ്ഞിട്ടില്ല. അതിന്റെ വഴി അവൻ സ്വയമേ കണ്ടെത്തുകയായിരുന്നു. കൂടെ അനുജൻ നജാദും. എൻ്റെ പേര് മുഹമ്മദ് നജാദ്, ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കലോത്സവം ഇതിപ്പം എൻ്റെ 2ാമത്തെ കലോത്സവമാണ്. 10ാം ക്ലാസ്സിലും പോയിട്ടും അതേമാതിരി ഇപ്പം എൻ്റെ അവസാനത്തെ കലോത്സവമാണ്. അതേമാതിരി അനിയൻ്റെ ഞാൻ കഴിഞ്ഞ വർഷം ഈ വർഷം തബലയിലുണ്ട്. കാലത്തിന്റെ ഇരുൾത്തടങ്ങളിലേക്ക് ശബ്ദം അലയടിച്ചുയർന്നു. അബാന് ഇനിയും പാടാനേറെയുണ്ട്. ഹാർമോണിയത്തിന്റെ സ്വരക്കട്ടകൾക്കുമേൽ അവന്റെ വിരലുകൾ ഒഴുകിക്കൊണ്ടേയിരുന്നു. രാജീവ് രാജേന്ദ്രനോടൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1, തിരുവനന്തപുരം.